അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മൊഡ്യൂൾ 6-ലെ ആറ്റോമിക് മോഡൽസ്, അറ്റോമിക് മാതൃകകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അറ്റോമിക് മാതൃകകളിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരാളെന്ന് പറയുന്നത് ഡാൽട്ടനാണ്. ഡാൽട്ടനാണ് നമ്മൾ ആറ്റത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഫിസിക്സുകാർക്ക് ഈ ആറ്റംസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ കുറച്ച് ടഫായിട്ട് തോന്നും. കാരണം ഇത് കെമിസ്ട്രി ബേസ് ഇതായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്ത്, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഡാൽട്ടൻ അറ്റോമിക് മാതൃക എന്താണെന്ന് നോക്കാം. അറ്റോമിക സിദ്ധാന്തം, ഡാൽട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡാൽട്ടൻ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണെന്ന്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളിലും എന്താണ് ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. പിന്നെ നമുക്കറിയാം രാസപ്രവർത്തന വേളകളിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആറ്റത്തെ വിഭജിക്കാനും അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്, ഒരു മൂലകത്തിൻ്റെ ആറ്റത്തിലെ എല്ലാ ഗുണത്തിലും വലിപ്പത്തിലും, ഒരു മൂലകം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു മൂലകത്തിലെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ മൂലകത്തിലെ വലിപ്പത്തിലും അതുപോലെ മാസിലും സമാനമായിരിക്കും. ആറ്റങ്ങളിലെ വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസമുള്ളവയായിരിക്കും. അപ്പോൾ എന്താണ് വ്യത്യസ്ത മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പറയുകയാണെങ്കിൽ ഇത് രണ്ടും വ്യത്യസ്ത മൂലകങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളിലും മാസിലും വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു മൂലകമാണെങ്കിൽ എന്താണ് ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. പക്ഷേ വ്യത്യസ്ത മൂലകങ്ങളാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ആറ്റങ്ങളിലെ വ്യത്യസ്ത ഗുണങ്ങളും മാസങ്ങളും വ്യത്യാസമായിരിക്കും. അതുപോലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്നാണ് ഡാൽട്ടൻ പറഞ്ഞിരുന്നത്. എന്താണ് പറഞ്ഞിരുന്നത്? രാസപ്രവർത്തന വേളയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ ഇത് ആദ്യകാലങ്ങളിൽ നമ്മൾ ഇതായിരുന്നു, ആറ്റമാണ് ഏറ്റവും ചെറിയ കണിക എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തമുണ്ടാകുന്നത്. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലായോ ആറ്റങ്ങൾ തമ്മിൽ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തമുണ്ടാകുന്നത്. അപ്പോൾ H2O. അപ്പോൾ ഇത് രണ്ടോ അതിലധികം മൂലകങ്ങൾ രണ്ട് ഹൈഡ്രജനും അതുപോലെ ഒരു ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് സംയോജിച്ചാണ് എന്താണ് ഉണ്ടാകുന്നത്, സംയുക്തമുണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ഡാൽട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ഡാൽട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഡാൽട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തം. ഇനി അടുത്തത് നമ്മൾ ഇതിലെന്താ പറഞ്ഞത്, ആറ്റമാണ് ഏറ്റവും ചെറിയ കണിക എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടുള്ള പഠനങ്ങളിൽ അത് തെറ്റാണ് നമുക്ക് തിരിച്ചറിഞ്ഞു. അതിന് പറയുന്ന ഒരാളാണ് സർ ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. സംയുക്തങ്ങളിൽ നിന്ന് എന്താണ് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഹംഫ്രി ഡേവിയാണ് പറഞ്ഞത്. അപ്പോൾ ഹംഫ്രി ദേവി തന്നെയാണ് എന്താണ് പോസിറ്റീവും നെഗറ്റീവും കണങ്ങൾ വൈദ്യുതി ഉപയോഗിച്ച് ഇതാക്കുമ്പോൾ ആ ആറ്റങ്ങൾ വിഭജിച്ച് അതിൽ പോസിറ്റീവും നെഗറ്റീവും കണങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഹംഫ്രി ഡേവി തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഹംഫ്രി ഡേവി കണ്ടുപിടിച്ച കുറച്ച് പദാർത്ഥങ്ങൾ എലമെൻറ്റ്സാണ് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്റ്റോൺഷ്യം, ബേരിയം, ബോറോൺ എന്ന് പറയുന്ന എന്നിവയ്ക്ക് ആര് കണ്ടുപിടിച്ചാണ്? സർ ഹംഫ്രി ഡേവിയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങളെ വേർതിരിച്ചെടുക്കാമെന്ന് പറഞ്ഞത് ഹംഫ്രി ഡേവിയാണ്. ഇനി പദാർത്ഥത്തിൽ 2 തരം വൈദ്യുതി ചാർജുകളുണ്ടെന്നും അവ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആണെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഓരോ പദാർത്ഥങ്ങളിലും വൈദ്യുതി ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എന്താണ് ആ വൈദ്യുതി ചാർജിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവി. ഇതൊരു ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഹംഫ്രി ഡേവി കണ്ടെത്തിയതാണിത്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു വൈദ്യുതി കടത്തി വിടുമ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള ഇത് കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഇനി പറയുന്നത് മൈക്കൽ ഫാരഡേ ആണ്. മൈക്കൽ ഫാരഡേ എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതിയുടെ പിതാവ് എന്നാണ് മൈക്കൽ ഫാരഡേ അറിയപ്പെടുന്നത്. എന്താണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. അതുപോലെ വൈദ്യുതി വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. അപ്പോൾ മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ജലത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കും എന്ന് കണ്ടെത്തിയത് ആരാണ്? വൈദ്യുതി പ്രവഹിക്കും എന്ന് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. നമ്മൾ അതിന് മുന്നേ പറഞ്ഞത് എന്താണ്? ഹംഫ്രി ദേവി എന്താണ് പറയുന്നത്? പദാർത്ഥങ്ങളിൽ വൈദ്യുതി ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഹംഫ്രി ദേവി പറഞ്ഞത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? മൈക്കൽ ഫാരഡേ എന്താണ് ജലത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കും എന്ന് കണ്ടെത്തിയത്
മൈക്കിൾ ഫാരഡെയാണ്. അതുപോലെ വൈദ്യുതി കടത്തിവിട്ട ചില ദ്രാവക പദാർത്ഥങ്ങളെ അവിടെ ഘടകങ്ങളാക്കി മാറ്റാമെന്നും കണ്ടെത്തി. അപ്പോൾ ഘടകങ്ങളാക്കി നോക്കിയപ്പോൾ വാട്ടറിനെ നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. അപ്പോൾ നമുക്ക് ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയത് ആരാണ്? മൈക്കിൾ ഫാരഡെ. അതിനാണ് നമ്മൾ വൈദ്യുതി വിശ്ലേഷണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ മൈക്കിൾ ഫാരഡെ ജലത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ്? മൈക്കിൾ ഫാരഡെ. ഇത് ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. അതിനുശേഷം നമുക്കപ്പോൾ ആറ്റത്തിന് ചെറിയ കണികകളുണ്ടെന്ന്, ആറ്റം എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ഇവരെല്ലാവരും. ഇനി അതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹെൻറിച്ച് ഗ്ലീസറാണ്. ഹെൻറിച്ച് ഗ്ലീസർ എന്ന് പറഞ്ഞത് ഡിസ്ചാർജ് ട്യൂബ് കണ്ടുപിടിച്ച ആളാണ് ഹെൻറിച്ച് ഗ്ലീസർ. ആരാണ് ഹെൻറിച്ച് ഗ്ലീസർ എന്ന് പറഞ്ഞത്? ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയ ആളാണ്. അപ്പോൾ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറിച്ച് ഗ്ലീസറാണ്. അപ്പോൾ നമ്മൾ മൈക്കിൾ ഫാരഡെ എന്താണ്? ജലത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തി. ഹെൻറിച്ച് ഗ്ലീസർ ആണെങ്കിലോ വാതകങ്ങളിലൂടെ എന്താ പറയുക വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത് ഹെൻറിച്ച് ഗ്ലീസറാണ്. ഇത് മാറിപ്പോയത്. മൈക്കിൾ ഫാരഡെ എന്ന് പറയുന്നത് ജലത്തിലൂടെയും ഹെൻറിച്ച് ഗ്ലീസർ എന്ന് പറയുന്നത് വാതകങ്ങളിലൂടെയുമാണ്. ഇനി ഹെൻറിച്ച് ഗ്ലീസർ കണ്ടെത്തിയ ഡിസ്ചാർജ് റേ ട്യൂബിനെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചത് ഇനി കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ ഈ കാഥോഡ് റേ ട്യൂബ് ഹെൻറിച്ച് ഗ്ലീസർ കണ്ടുപിടിച്ച കാഥോഡ് റേ ട്യൂബിനെ കൂടുതലായിട്ട് വിവരിക്കുന്നത് വില്യം ക്രൂക്സ് ആണ്. വില്യം ക്രൂക്സ് ആണ് ഡിസ്ചാർജ് ട്യൂബിനെ എന്ത് ചെയ്യുന്നത്? നവീകരിക്കുന്നത്. ആവിഷ്കരിച്ചത് ഗ്ലീസർ ആണെങ്കിലും ക്രൂക്സ് ആണ് എന്താ ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ചത്. അപ്പോൾ കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളുടെ കൂടുതൽ സ്വഭാവം വ്യക്തമാക്കിയതാരാണ്? വില്യം ക്രൂക്സ് ആണ്. ആറ്റത്തെ വിഭജിക്കാൻ ആകുമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മ അറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തിയതാരാണ്? വില്യം ക്രൂക്സ് ആണ്. അപ്പോൾ കാഥോഡ് റേ ട്യൂബ് അപ്പോൾ ഹെൻറിച്ച് ഗ്ലീസർ ഡിസ്ചാർജ് ട്യൂബ് ആവിഷ്കരിച്ചു. വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് പറഞ്ഞു. വില്യം ക്രൂക്സ് എന്താണ്? ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ചിട്ട് അതിലെ ആറ്റങ്ങൾ വിഭജിക്കാനാകുമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മ അറ്റോമിക കണികകൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ യുഗൻ ഗോൾഡ്സ്റ്റീൻ. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് റേ ട്യൂബിനെ കുറിച്ച് കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആളാണ് ആര്? ഗോൾഡ്സ്റ്റീൻ എന്ന് പറയും. അപ്പോൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഗോൾഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് കാണാം അല്ലേ? ഗോൾഡ് എന്ന് പറയുന്നത് അത്രയും വില കൂടിയ സംഭവം. അപ്പോൾ ഗോൾഡ് പോസിറ്റീവ് അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആനോഡ് രശ്മികൾ. ആനോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം. പോസിറ്റീവ് ചാർജാണ് ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്തിയത് ആരാണ്? ഗോൾഡ്സ്റ്റീൻ. ഗോൾഡ് പോസിറ്റീവ് ആനോഡ് രശ്മികൾ. അപ്പോൾ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആരാണ്? യുഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. പിന്നെ വില്യം റോഞ്ചൻ ആണ് എന്ത് കണ്ടെത്തിയത്? എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? വില്യം റോഞ്ചൻ. ഇയാളെക്കുറിച്ച് ഇത്രയും അറിഞ്ഞാൽ മതി. ഇതാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ള ഇത്. അപ്പോൾ വില്യം റോഞ്ചൻ ആണ് എന്ത് എക്സ്റേ കണ്ടെത്തിയത്. ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ട കാര്യം ജെ തോംസൺ ആണ്. അപ്പോൾ ജെ തോംസൺ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികൾ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണെന്ന് തെളിച്ചത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെന്ന് തെളിച്ചത് ആരാണ്? യുഗൻ ഗോൾഡ്സ്റ്റീൻ ആണെങ്കിൽ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികൾ നെഗറ്റീവ് ചാർജ് ആണെന്ന് തെളിയിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. അതിന് ഇലക്ട്രോൺ എന്നാണ് പറയുക. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. പിന്നെ അതുപോലെ കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ടെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജെ തോംസൺ ആണ്. എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതുകണമാണ് നെഗറ്റീവ് ചാർജ് എന്നും കണ്ടെത്തി. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളിലും എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നും കണ്ടെത്തി. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബ്, കാഥോഡ് റേ ട്യൂബ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത്ര എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴുള്ള ടോപ്പിക് ഇപ്പോൾ എങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഒരു 4 ആച്ച് ദ ഫോളോയിങ് ആയിട്ട് തരും. എയിൽ പറഞ്ഞാൽ ശരി തെറ്റ്, ബിയിൽ എയും ബിയും ശരി, അങ്ങനെയൊക്കെ പറയുന്ന ഇതാണ് ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ മാറ്റി മറിച്ച് ചോദിക്കാം. അപ്പോൾ വില്യം ക്രൂക്സ്, ഗോൾഡ്സ്റ്റീന് ഇതൊക്കെ എന്ത് കണ്ടുപിടിച്ചു എന്ന് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഒരു മാർക്കിന് എന്താ വിലയെന്ന്. കാരണം ഇപ്പോൾ ഒരു മാർക്ക് വേണ്ട 0.33 വരുമ്പോൾ തന്നെ കുറേ പിന്നിലേക്ക് 0.33യുടെ കുറവ് കാരണം കുറേ പിന്നിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ എന്തായാലും എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായാലും പഠിച്ചിരിക്കാം. ഇനി അപ്പോൾ നമുക്ക് ജെ തോംസണിനെ കുറിച്ച് ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡ് റേ ട്യൂബിൽ ഇലക്ട്രോണ് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ചും കൂടി ജെ തോംസണിനെ കുറിച്ച് പറയാം.
എന്താണ് ജെ തോംസൺ ആണ് നമ്മുടെ പ്ലം പുഡിംഗ് മോഡല്, അതുപോലെ അതിന് റെയ്സിൻ പുഡിംഗ് അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക തുടങ്ങിയ പല പേരുകളാണ് ഈ മാതൃകയെ നമ്മൾ പറയുന്നത്. എന്താണ് തോംസന്റെ ആറ്റം മാതൃകയാണ് പറയുന്നത് കേട്ടോ. തോംസന്റെ ആറ്റം മാതൃക എന്താണ് പ്ലം പുഡിംഗ് മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തണ്ണിമത്തൻ മാതൃക എന്നും അതുപോലെ റെയ്സിൻ പുഡിംഗ് എന്നൊക്കെ പല രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഒരു പുഡിംഗ് അല്ലെങ്കിൽ ഒരു തണ്ണിമത്തനായ ഇലക്ട്രോണുകൾ അതിൽ ഉൾച്ചേർത്ത പ്ലം അല്ലെങ്കിൽ വിത്തുകളായ ഈ മാതൃകയെ സങ്കല്പിക്കാൻ കഴിയും. ഒരു പോസിറ്റീവ് ഗോളാണ്. അതിലിങ്ങനെ തണ്ണിമത്തനിലുള്ള വിത്ത് പോലെ തന്നെ അതിങ്ങനെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ അതിൽ ഉൾച്ചേർത്ത് അല്പം അല്ലെങ്കിൽ വിത്തുകളായ ഈ മാതൃക സങ്കല്പിക്കാൻ കഴിയും. നോക്കുമ്പോൾ ഞാൻ ഒരു പോസിറ്റീവ് ഗോളത്തിൽ കുറേ ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ തണ്ണിമത്തനിലുള്ള വിത്തുകൾ പോലെ ഇങ്ങനെ ഇരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്, തോംസൺ പറയുന്നത്. അതാണ് തോംസൻ്റെ ആറ്റം മാതൃക എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിൽ മുഴുവനായിട്ട്, അപ്പോൾ ഒരു തണ്ണിമത്തനിൽ കുറേ വിത്തുകൾ ഇങ്ങനെ ഇരിക്കില്ല, അത് മുഴുവനായിട്ട് ഇങ്ങനെ വിതരണം ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്, ജെ തോംസൺ എന്ന് പറയുന്നത്. ജെ തോംസൺ പറയുന്നത് ആറ്റത്തിലെ മൊത്തത്തിലുള്ള നിർവീര്യതയെ വിശദീകരിക്കാൻ ഈ മാതൃക വിജയിച്ചു എങ്കിലും പിന്നീടുള്ള പരീക്ഷണ ഫലങ്ങളിൽ അത് പൊരുത്തപ്പെടാനായില്ല. നമുക്കറിയാം ഇതുപോലെ ഇലക്ട്രോൺസ് എല്ലാം ഇതുപോലെ ഇങ്ങനെ ഈ വിത്ത് പോലെ ഇരിക്കുമല്ല നമുക്കറിയാം. കാരണം എല്ലായിടത്തും എന്താണ് വാതകങ്ങൾ കൂടിയുള്ള വൈദ്യുതി ചാലനത്തിൻ്റെ സൈദ്ധാന്തികവും പരീക്ഷണാത്മകവുമായ അന്വേഷണങ്ങൾക്ക് 1906 തോംസൺ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ വാതകങ്ങളിലൂടെയുള്ള വൈദ്യുതി ചാലനത്തിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞത് ജെ തോംസൺ ആണെങ്കിലും ഇങ്ങയുടെ തോംസൺ ആറ്റം മാതൃക എന്താണ് വിജയിച്ചില്ല. കാരണം എന്താ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ നമ്മൾ ഈ മാസ് മുഴുവനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നൊക്കെ ആര് കണ്ടെത്തി? റുദർഫോർഡ് കണ്ടെത്തി. എന്താണ്, അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഇതുപോലെ ഇങ്ങനെ പുഡിങ് പോലെ പല സ്ഥലത്തും അല്ല ഇരിക്കുന്നതെന്ന് കുറേ പരീക്ഷണങ്ങളിലൂടെ റുദർഫോർഡ് അത് തെറ്റാണെന്ന് കണ്ടെത്തി.